സ്കെച്ചിങ് എനിക്ക് ഭയങ്കര കാമിങ് ആയിട്ട് തോന്നുന്നൊരു പ്രോസസ്സാണ്. നമുക്ക് ഈ മറ്റേ എല്ലാ റിയാലിറ്റിയിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൗഡ്ലി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് സ്കെച്ചിങ് അല്ലെങ്കിൽ ഇങ്കിങ് എന്നൊക്കെയുള്ള കാര്യം. ആം, ഇത് പർട്ടിക്കുലർലി ഞാൻ ആക്ച്വലി എല്ലാ മോർണിംഗും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ്. സോ ഇത് ബേസിക്കലി ഞാൻ യൂസ് ചെയ്യാതെ കിടന്നൊരു ബുക്ക് എനിക്ക് കിട്ടിയപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ആ ബുക്ക് മൊത്തം ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് നിറയ്ക്കാമെന്ന് ഒരു പ്ലാൻ പോലെ ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. സോ ഇതാണ് ഇതിൻ്റെ സോഫാറുള്ളൊരു പ്രോഗ്രസ്. ഇഫ് യു ലൈക്ക് ഇറ്റ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ ഇതിൽ ഞാൻ ആക്ച്വലി യൂസ് ചെയ്തേക്കുന്നത് ക്യാംലിൻ്റെ HP പെൻസിലാണ് ഇതിൻ്റെ ഔട്ട്ലൈനിങ്ങിന് യൂസ് ചെയ്ത്. പിന്നെ 0.2, 0.5 ആൻഡ് 0.03 ആണ് ആർട്ട് ലൈനിൻ്റെ പെൻസാണ്. ഇതിൻ്റെ ബാക്കിയുള്ള യൂസ് ചെയ്തത്. താമരയ്ക്ക് ശേഷം നമ്മൾ നെക്സ്റ്റ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത് ടൂലിപ്സ് ആണ്. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു റഫ് സ്കെച്ച് ഇട്ടിട്ട് അതിൻ്റെ എഡ്ജസും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കുക. ഈ ഷാർപ്പൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ ബേസിക്കലി നമ്മുടെ പെന്നുമായിട്ട് എന്താ പറയുക ഔട്ട്ലൈൻ എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ റെഫറൻസ് ആയിട്ട് വയ്ക്കുന്നതായിരിക്കും. നമ്മൾ ഈ 0.2 പെൻ വെച്ചിട്ട് ഈ നേരത്തെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഷാർപ്പൻ ചെയ്ത ലൈൻസിൽ ഒന്നും കൂടെ എന്താ പറയുക വരച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഔട്ട്ലൈൻ എടുത്ത ഉടനെ നമുക്ക് നല്ല രീതിയിൽ എല്ലാം മായ്ച്ച് കളയുക. നമ്മളിപ്പോൾ ഒരു HP പെൻസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മായ്ക്കാൻ ഈസി ആയിരിക്കും. പിന്നെ ഇത് നമുക്കൊരു ഓർഗാനിക് ഫീൽ വരാൻ വേണ്ടി, നമുക്ക് പക്ക ജോമെട്രിക് ആവാതെ ഒരു ഓർഗാനിക് ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡോട്ട് ആൻഡ് ലൈൻസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് മെയിൻലി നമുക്കൊരു ലൈറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നത് ഷെയ്ഡിംഗ് ഒന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഷാഡോ വരാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ഒരു തിക്കായിട്ട് ചെയ്ത് കൊടുക്കുക. സെയിം തിങ് പെൻ ലീവ്സിന് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളൊരു സിംഗിൾ ലൈറ്റ് സോഴ്സ് ഉണ്ടെന്നുള്ളൊരു ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് പിക്ക് ചെയ്തിട്ട് അവിടെ മാത്രം ചെയ്യുക. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കളർ ഷെയ്ഡ്സ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് നമ്മുടെ ലീവ്സ് ആൻഡ് സ്റ്റെംസ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെംസ് ഒന്ന് ആക്കം ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഫൈനലി നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലൈൻസ് വരികയാണ്. ലൈൻസ് ആയിരിക്കും നമുക്കൊരു ഇപ്പോൾ ലീവ്സിനാണെങ്കിൽ നമ്മൾ മറ്റേ ലോങ് ആയിട്ടാണ് ലൈൻസ് ഇടുന്നത്, ലൈക്ക് അപ്പ് ടു ഡൗൺ അങ്ങനത്തെ രീതിയിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലോങ് ലീവ്സ് ആണെന്നുള്ളൊരു ഫീൽ കിട്ടും. നമ്മൾ മുന്നേ ലോട്ടസിൻ്റെ ചെയ്ത സമയത്താണെങ്കിൽ മീൻസ് എന്താ പറയുക ഇന്നറായിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ലോട്ടസിനും ടൂലിപ്സിനും ശേഷം നമ്മൾ ചെയ്തത് സൺഫ്ലവറാണ്. സൺഫ്ലവറിന് വേണ്ടിയിട്ട് എപ്പോഴത്തും പോലെ ഒരു ബേസിക് സ്കെച്ച് ഇട്ടു. പിന്നെ അതിൻ്റെ ലൈൻസൊക്കെ നമ്മളൊന്ന് ഷാർപ്പൻ ചെയ്തിട്ട് നമ്മുടെ 0.2 പെൻ വെച്ചിട്ട് നമ്മളതിൻ്റെ പെന്നിൻ്റെ ഫസ്റ്റ് ഔട്ട്ലൈൻ ഇട്ടു. 0.2 എന്ന് പറയുന്ന പെന്ന് നമ്മുടെ റെഗുലർ പെന്നിൻ്റെയൊക്കെ ഒരു തിക്നെസ് വരുന്നൊരു പെന്നാണ്. അതുകൊണ്ട് നമുക്ക് നോർമലായിട്ടുള്ള പെൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ പ്രോബ്ലം വരില്ല. ജെൽ പെന്നാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൺട്രോളിൽ നിൽക്കുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ പേപ്പർ നല്ല രീതിയിൽ ഇങ്ക് അബ്സോർവ് ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടി ഒരു ഷാർപ്പർ ലുക്ക് കിട്ടും. പിന്നെ നമ്മളതിൻ്റെ HP പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് നോർമലായിട്ടുള്ള എറേസർ വെച്ച് തന്നെ മായ്ക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കുറച്ചും കൂടി സ്കെച്ചിങ്ങിൻ്റെ പെൻസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഡ്രോയിങ്ങിൻ്റെ എറേസർ ആയിരിക്കും ബെറ്റർ. പിന്നെ നമ്മൾ എൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള ലൈൻസും കാര്യങ്ങളും ചെയ്തു. പിന്നെ കുറച്ചും കൂടി തിക്കറായിട്ടുള്ള 0.3 വെച്ചിട്ട് നമ്മളൊരു ഷെയ്ഡ് ഇട്ടു. പിന്നെ സ്റ്റെമ്മും നമ്മളൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ആക്ച്വലി ലീവ്സിൻ്റെ ലൈൻസ് ഇട്ടത് റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ സൺഫ്ലവർ. ലോട്ടസിനും ടൂലിപ്സിനും സൺഫ്ലവറിനും ശേഷം നമ്മൾ ചെയ്തത് ഓറഞ്ച് കോസ്മോസ് എന്നുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴത്തേയും പോലെ ഒരു ബേസിക് ജോമെട്രിക്കൽ സ്കെച്ച് ഇട്ടു, നമുക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ പുറത്ത് കൂടെ കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈൻസ് വെച്ചിട്ട് ഒരെണ്ണം ചെയ്തിട്ട് പിന്നെ നമ്മുടെ നേരെ 0.2 പെൻ വെച്ചിട്ട് നമ്മളതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പെന്നിൻ്റെ ലൈനിങ് ചെയ്ത് കൊടുത്തു. പെന്നിൻ്റെ ലൈനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.2ന് പകരം നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ജെൽ പെൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ഒരു എഫക്റ്റ് തന്നെ കിട്ടും. അതിനുശേഷം അതിൻ്റെ നടുക്കുള്ള ഈ
മകരന്തം എന്ന് പറയുന്ന സംഭവം നമ്മളൊന്ന് വരച്ചു കൊടുത്തു. അതിൻ്റെ ഡോട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് അത്രയും സുഖമുള്ളൊരു ഏർപ്പാടായിരുന്നില്ല എനിക്ക്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷേപ്സ് നല്ല വൃത്തിക്ക് വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ എന്തോ ഒരു അൺകംഫർട്ടബിളാണ്. അപ്പോൾ അതും നമ്മൾ വരച്ചു, ലൈൻസൊക്കെ ഇട്ട് കൊടുത്തു. ലൈൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്തത് എറേസിങ് ആണ്. അപ്പോൾ HP പെൻസിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എറേസ് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ച് വൃത്തിയായിട്ട് നമുക്ക് എറേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ശേഷം ഈ ഓർഗാനിക് ഫീൽ വരാൻ വേണ്ടിയിട്ട് ഈ പെറ്റൽസൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെറ്റൽസിൻ്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്ജസിൽ മൊത്തം കുറച്ചും കൂടി അടുത്തടുത്തായിട്ടുള്ള ലൈൻസ് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് ലോങ് ലൈനായിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വെയിൻസ് പോലെയോ അല്ലെങ്കിൽ അതെങ്ങോട്ടാണ് അത് ഫ്ലോ ആകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കുറച്ചൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാത്തിലും ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു ഓർഗാനിക് കുറച്ചും കൂടി 3D എഫക്റ്റ് കിട്ടും. പിന്നെ അത് കുറച്ചും കൂടി ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 0.3 പെൻ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഔട്ട്ലൈനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പെറ്റൽസും അതിൽ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് നമുക്കൊന്ന് എംഫസൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ പെൻസിൽ വെച്ചിട്ടൊന്ന് ഷാഡോ ചെയ്ത് കൊടുത്തു. പെൻസിൽ വെച്ചിട്ട് ഷാഡോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു 3D എഫക്റ്റ് കുറച്ചും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ സ്റ്റെംസ് നമ്മൾ ഡാർക്കൻ ചെയ്തു. നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഈ കളേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മുട്ടിന് ഈ ഡോട്ട് ചെയ്യുന്നത് നല്ലൊരു കാമിങ് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. നമ്മളിങ്ങനെ കുറേ നേരം ചെയ്ത് കഴിയാൻ നേരത്ത് അതിൻ്റെ ഇടയിലിട്ട് ആ ഗ്യാപ്പ് നമുക്ക് എന്താ പറയുക കുറച്ച് ഓർഗാനിക്കായിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് നമ്മളൊരു ലൈൻ ഇട്ടത് അല്ലാതെ ഫീൽ ചെയ്യുമ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ നമ്മളതിൽ ഷാഡോയും കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഓറഞ്ച് കോസ്മോസ് ഫിനിഷ് ചെയ്തത്. ഓറഞ്ച് കോസ്മോസിന് ശേഷം നമ്മൾ വരച്ചത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ആക്ച്വലി 4 ടൈപ്പ് ചെമ്പരത്തി ഉണ്ടായിരുന്നു. ഒരെണ്ണം ഈ നമ്മുടെ നോർമലായിട്ടുള്ള ചുമന്ന ചെമ്പരത്തി 5 ഇതളുള്ള, പിന്നെ വേറൊരു ചുമപ്പുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഭയങ്കര തിക്കായിട്ട് കുറേ ഇതളുകളുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നീളമുള്ള ഒരെണ്ണമായിരുന്നു. ആ നീളമുള്ളതിൽ ആക്ച്വലി തേൻ ഉണ്ടാവും. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ക്ലിയർ പച്ചവെള്ളം പോലത്തെ തേൻ അതിൽ വരുമായിരുന്നു. പിന്നെ ഒരു മഞ്ഞ കളർ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതിൽ ചുമപ്പ് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. ഞാനിപ്പോൾ ആക്ച്വലി ഏത് ഫ്ലവർ വരയ്ക്കുന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണെന്ന്. ഞാൻ പണ്ട് സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ആക്ച്വലി ഒരു കുന്നിൻ്റെ പുറത്തായിരുന്നു. ഒരു പാറയുടെ നമുക്കിങ്ങനെ പാറയൊക്കെ കാണാൻ വേണ്ടി പറ്റും നമ്മൾ. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന റോഡ് എന്ന് പറയുന്നത് വേറൊരു കുന്നെന്ന് പറയാൻ പറ്റില്ല, വേറൊരു കുറച്ച് കുറഞ്ഞ സ്ഥലം. ഇതിൻ്റെ ഇടയിലൊരു വയലും കുറച്ച് തോട്ടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആക്ച്വലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട് കാണാൻ വേണ്ടി പറ്റും. അത് എല്ലാ സ്പോട്ടൊന്നും അല്ല, ഒരു സ്പെഷ്യൽ സ്പോട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് വീട് കാണാൻ വേണ്ടി പറ്റും. അവിടെ മീൻസ് ഭയങ്കരമായിട്ട് മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്. അപ്പോൾ വീട് നമ്മൾ നോക്കുന്ന സമയത്ത് വീട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ വീടിൻ്റെ പുറകിൽ ഒരുപാട് ചെമ്പരത്തി ചെടികളുണ്ടാവും. അപ്പോൾ അതിൽ മൊത്തം ഇങ്ങനെ ചുവന്ന ചെമ്പരത്തി ഉണ്ടാവും. അപ്പോൾ ആ ചെമ്പരത്തി നോക്കിയിട്ടായിരുന്നു വീട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ വിട്ടുന്ന സമയത്ത് വീട്ടിലൊന്ന് എത്തിയാൽ മതി എന്നുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചെമ്പരത്തി വെച്ചിട്ടായിരുന്നു നമ്മളൊന്ന് എത്തുന്നതിന് മുന്നേ ഒന്ന് കാണുക എന്നുള്ളത്. അതുകൂടാതെ മീൻസ് അതിൻ്റെ അവിടെ തന്നെ ഈ പാറേൻ്റെ പുറം എന്ന് പറഞ്ഞപ്പോൾ അവിടെ മറ്റേ ഒരു വൈൽഡായിട്ടുള്ളൊരു സൺഫ്ലവറിൻ്റെതും ഉണ്ടായിരുന്നു. ഈ സൺഫ്ലവർ ഇപ്പോൾ ഈ വീടിൻ്റെ പുറകെന്ന് പറയുന്നത് ഇത് ആക്ച്വലി പടിഞ്ഞാറ് സൈഡിൽ വരുന്ന സമയത്ത് ഈ സൺസെറ്റ് ആവുന്ന സമയത്ത് എല്ലാ സൺഫ്ലവറും കൂടിയിട്ട് സണ്ണിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇത് വൈൽഡായിരുന്നു. ആക്ച്വലി നമ്മുടെ നോർമലായിട്ടുള്ള ഈ ഓയിൽ എടുക്കുന്ന സൺഫ്ലവർ അല്ല, വൈൽഡായിട്ടുള്ളൊരു സൺഫ്ലവർ പോലത്തെ ഒരു ഫ്ലവറായിരുന്നു. അപ്പോൾ ആ ഫ്ലവറും ഇങ്ങനെ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ വീട് ഇങ്ങനെ കാണുന്നത് എന്താ പറയുക ഈ ചുമപ്പും യെല്ലോയും ആയിട്ട് നമുക്കിങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ചെമ്പരത്തിക്ക് ശേഷം നമ്മൾ വരച്ചത് ഓറിയൻ്റൽ ലില്ലിയാണ്. ഓറിയൻ്റൽ ലില്ലി ഈ പൂ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ കാണുന്നതോ ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണ്. ഞാൻ ആക്ച്വലി ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ നേരത്ത് നമുക്കൊരു സബ്ജക്റ്റ്, ഒരു പ്രാക്ടിക്കൽ പോലെ നമുക്ക് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ സമയത്തായിരിക്കും നമ്മൾ ഈ പൂക്കളും അതിൻ്റെ പേരുകളും അതിൻ്റെ ഒക്കേഷൻസും ഏത് ഒക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കും. ഞാൻ ആക്ച്വലി പഠിപ്പിച്ച സമയത്തിന് എന്താ പറയുക വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഇപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ വീഡിയോസും
ഒക്കെ എടുത്ത് വെച്ച് കാണും. ഇത് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓറിയൻ്റൽ ലില്ലി ഞാൻ ആദ്യമായിട്ട് മീൻസ് ഒരു ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആയിട്ട് കാണുന്നത് ഞാൻ വർക്ക് ചെയ്ത ഹോട്ടലിൻ്റെ ഇവിടെ റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ബോൾ റൂം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹാള് പോലത്തെ സംഭവമാണ്. നമുക്കങ്ങനെ എന്താ പറയുക ഹയർ ചെയ്തിട്ട് നമുക്കത് നമ്മുടെ ഈവൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഈ റൂഫ് ടോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഫോർമലി ഇറ്റ് വാസ് എ റെസ്റ്റോറൻറ്റ്, പിന്നെയാണത് ഈ ബോൾ റൂമായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഇരിക്കുന്നത് 34th ഫ്ലോറിലാണ്. 34th ഫ്ലോർ എന്ന് പറയുന്ന നേരത്ത് ഇതിൻ്റെ 2 സൈഡിലും ഓഷ്യൻ വ്യൂ ആണ്. ലൈക്ക് എൻറ്റയർലി ഗ്ലാസ് ആണ്. ലൈക്ക് ഈ പറഞ്ഞ 3 വാൾസും ഗ്ലാസ് ആണ്. ഒരു വാൾ മാത്രമാണ് മറ്റേ എന്താ പറയുക ജിപ്സമോ സംതിങ്. അപ്പോൾ ഇവിടെ ഇത് ഭയങ്കര ടോൾ ആയതുകൊണ്ട് ഇത് ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്, എൻ്റെ എന്താ പറയുക ടെക്നിക്കൽ നോളജ് അല്ല. ഐ അസ്യൂംഡ് അവിടുത്തെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് മൊത്തം ഓറിയൻ്റൽ ലില്ലി ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു നല്ല നീളമുള്ളൊരു ഗ്ലാസ്സിൽ ഒരു 1/3 ഒക്കെ വെള്ളം നിറച്ചിട്ട് അതിൽ നല്ല നീളമുള്ള സ്റ്റെമ്മുള്ള ഓറിയൻ്റൽ ലില്ലീസ് ഇട്ട് വയ്ക്കും. അവിടെ കയറി വരുന്നിടത്ത് തന്നെ ഭയങ്കര ആൻറ്റീക്ക് ആയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ടേബിൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, എന്താ പറയുക ഈ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ആൻറ്റീക്ക് ആയിട്ടുള്ള സംഭവം. അതിൻ്റെ പുറത്ത് സിൽവർ വർക്ക്സ് ഉള്ള സിൽവറിൽ ഇങ്ങനെ മെറ്റൽ വർക്ക്സ് ഉള്ള ഒരു ഫ്രെയിമുള്ള ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലാസിൻ്റെ സൈഡിൽ തന്നെ ഒരു വലിയ ക്രെയിൻ എന്നുള്ള ബേർഡിൻ്റെ ഒരു പെയിൻറ്റിങ്സും അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഒരൊറ്റ ലൈഫുള്ളൊരു സാധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ലൈഫ് ഉണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഓറിയൻ്റൽ ലില്ലി ആയിരിക്കും. ഇതിൻ്റെ ആക്ച്വലി ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു ക്ലാസി ഭയങ്കര ഒരു എലഗൻറ്റ് മോഡേൺ ഫീലായിരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരുപാട് നാൾ നിൽക്കുമെന്നും ഈസ് വാട്ട് ഐ ആം സീയിങ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക് പോലെ ഫീൽ ചെയ്യും. അത്രയ്ക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ബട്ട് എലഗൻസ് ഉള്ളൊരു ഫ്ലവറാണ്. ഓറിയൻ്റൽ ലില്ലിക്ക് ശേഷം നമ്മൾ വരച്ചത് ആന്തൂര്യമാണ്. ആന്തൂര്യം എന്ന് പറയുന്ന സമയത്ത് ആന്തൂര്യം ഭയങ്കര എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. നമ്മളത് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മറ്റേ ഈ പായലൊക്കെ വന്ന് ആൾഗയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ പൂ അതേപോലെ തന്നെ നിൽക്കും. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നോർമൽ പൂ പോലെയൊന്നുമല്ല, ഒരു ഏലിയൻ പ്ലാന്റായിട്ട് നമുക്ക് ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്യും. വീട്ടിൽ ആദ്യമായിട്ട് ആന്തൂര്യം കൊണ്ടുവന്ന സമയത്ത് അതാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു വൺ ഓഫ് ദ ഫാൻസി പ്ലാന്റ് എന്ന് പറയാൻ പറ്റുന്നത് ആന്തൂര്യമായിരുന്നു. അപ്പോൾ അച്ഛനൊരു ദിവസം രാത്രി കൊണ്ടുവന്നു, പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വെച്ചു. പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റ് അതിൽ മറ്റേ ഈ ചകിരിയും മോടൊക്കെ വെച്ചിട്ടൊരു വലിയൊരു ചടങ്ങായിട്ടായിരുന്നു നമ്മൾ ആക്ച്വലി ആന്തൂര്യം നടുന്നൊക്കെ ഉണ്ടായിരുന്നത്. ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു ലൈറ്റ് പിങ്ക് കളറിലൊരു യെല്ലോയിഷ്, ഈ നടുക്കുള്ള ഈ സംഭവം ഒരു യെല്ലോയിഷ് ആയിട്ടുള്ളൊരു സംഭവമൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര ഒരു അണ്ടർവെൽമിങ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ട്രഡീഷണലി അതിന് മണമില്ല, ഒന്നുമില്ല. ട്രഡീഷണലി ഇത് അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ആൾക്കാർ ഭയങ്കര വാല്യൂ ചെയ്ത് ഭയങ്കര എന്താ പറയുക ട്രഷർ ചെയ്യുന്നൊരു ഫ്ലവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ